അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെറുപഴം വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് കാണാം. അതിനായി ഞാനിവിടെ 4 ചെറുപഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 250 ml കപ്പിന് 1 കപ്പ് അളവിൽ മൈദ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ബേക്കിംഗ് സോഡ, നമ്മൾ മൈദ അളന്നെടുത്ത അതേ പാത്രത്തിന് 3/4 കപ്പ് തേങ്ങ ചിരകിയത് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് അരമണിക്കൂർ സമയം കഴിഞ്ഞ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാൻ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് അതിനകത്ത് അല്പം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം മാവ് എടുത്ത് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്ത ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാനിതാ ഒരു ചട്ടിക്കകത്ത് അല്പം ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായ ശേഷം നമുക്ക് ഓരോന്നായി ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഓരോന്നായി തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക, കൈ പൊള്ളാതെ. ഞാനിതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലിൻ്റെ അടപ്പിനകത്ത് ചെയ്ത് കാണിച്ചത്. ഒരു സ്പൂണിനകത്ത് അല്പം മാവ് കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിനകത്ത് ഇരുവശങ്ങളും ഫ്രൈ ആയ സ്നാക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.